നീ എങ്ങോട്ടാണ് കോയക്കുട്ടിയെ? കല്യാണത്തിന് വരുന്നില്ലേ? ആരുടെ കല്യാണം? മുല്ലാക്കാന്റെ മോളെ കല്യാണം. അത് എന്നാണ്? ആ, ഞാൻ അങ്ങോട്ടാണ്. ഇജ്ജി നേരത്തെ പോണല്ലോ, നിനക്കതുകൊണ്ട് കാര്യണ്ടല്ലോ. ഞാനില്ല, ഞമ്മക്ക് കാളപൂട്ട് മത്സരണ്ടേ, ഞമ്മക്ക് അതിന് പോണം. നിങ്ങളെ പോലത്തെ ഒരു കല്യാണത്തിന് വന്നിക്കില്ല, പിന്നെ മുല്ലാക്കാനെ സഹായിക്കാൻ ആരാള്? ആ, എനിക്ക് തിരക്കുണ്ട്, ഞാൻ പോട്ടെ. ശരി. ഇന്ന് പരിതാജിന്റെ മോന്റെ കല്യാണം ആയതുകൊണ്ടാണെന്നോ തോന്നുന്നു ഇവിടെ ആളിത്ര കുറവ്. മൊല്ലാക്കാണെങ്കിൽ ഒരു പാവപ്പെട്ട, ഇവിടെ ആണെങ്കിൽ വെറുംചോറും. അപ്പൊ എല്ലാരും അങ്ങോട്ടേക്കല്ലേ പോവാ? ഇങ്ങോട്ട് മാറി കിടക്കാം. റിയാസേ, കണക്കൊക്കെ കൃത്യമായിരിക്കണോട്ടാ. കൃത്യമാണല്ലോ അല്ലേ? എന്താ മുല്ലേക്ക നിങ്ങൾ ഇമാതിരി പണിയാണ് കാട്ടണേ? ഓലെപ്പം വന്നിക്കണ പള്ളിയിൽ നിങ്ങൾ കായെടുത്ത് വെക്കം വരി. നിക്കാഹ് സമയത്തിന് നടത്തണ്ടേ? വേഗം വരി. ആകെ ഇത്രേ ഉള്ളൂ. ഉള്ളൂ അല്ലേ? അതെ. പുയ്യാപ്പിളുടെ ഒരു നാണം കണ്ടില്ലേ? എന്നാ തുടങ്ങല്ലേ? നിക്ക് തുടങ്ങാൻ പറ്റേ? നിങ്ങൾ പറഞ്ഞ കായ് മേടിച്ചേരി. ഒരു മിനിറ്റ്, ഒരു കാര്യം. നിങ്ങളവിടെ ഇരിക്കും പ്രസിഡന്റ്, ഇരിക്കേ. ഈ ചങ്ങായിയോട് അപ്പഴേ ഞാൻ പറഞ്ഞതാ മുന്നേ തന്നെ മേടിച്ചേട്ടൊന്നും. എന്തുണ്ടേ? ഇത് ശരിയാവൂല. ഇവനിക്ക് പഠിപ്പില്ലെന്ന് വിചാരിച്ചിട്ടാണ് ഇത്തിരി അവധി കൊടുത്തത്. എണീച്ചാളി, നമ്മക്ക് പോവാം. എണീക്ക് ഷാഹിദേ. എണീക്കാൻ വരട്ടെ. 1-2 മാസം കൊണ്ട് ബാക്കി വാങ്ങിച്ചാൽ ഏതായാലും ഇത്രയൊക്കെ ആയില്ലേ? നിങ്ങൾ ഏൽക്കും അത്. അത് എന്നാ പോട്ടെ, ഒരേ പറമ്പ് ഓന്റെ പേരിലായി കൊടുക്കുവോ? എന്താ നിങ്ങളീ പറയണേ? ഓക്കൊരു അനിയത്തിയും കൂടി ഉണ്ട്. ഇല്ലെന്ന് മുഴുവൻ ഓന്റെ പേരിൽ എഴുതി എങ്ങനെ ശരിയാകുക? അത് ശരിയാവൂല. എന്നത് ശരിയാവൂല. ജണീച്ചാളി, എണീക്ക്. ഞാൻ അന്നേ പറഞ്ഞു ശരിയാവൂല. എന്താണ്ടാ ഉമ്മ? ഇത്താത്തയുടെ കല്യാണം നടക്കൂല, പൈസ ഇല്ലാണ്ട്. ഉപ്പയൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്റെ റബ്ബേ,
നമ്മൾ എന്താണ് ഈ കേക്കണത്? അളിയൻ വിഷമിക്കാതിരി. ആ സ്ത്രീധന മോഹികളെ നമുക്ക് വേണ്ട. എന്തേ കോയാമു? അല്ല പിന്നെ ആ മൊല്ലാക്ക നിങ്ങൾ ബേജാറാവേണ്ടിയിരിക്കും. എല്ലാറ്റിനും നമുക്ക് പരിഹാരം ആകൻ അല്ല പിന്നെ തന്നെ. ദുനിയാവില് വേറെ ചെക്കന്മാരില്ലേ? ഷാഹിദേ അവിടെ നിന്നടാ. എടാ ഇജ്ജ് എന്ത് സാമൂഹ്യ പ്രവർത്തനാടാ? ഇതാ നിന്റെ സാമൂഹ്യ പ്രവർത്തനം? ഇജ്ജ് കാരണം ഒരു പാവം കുട്ടിയുടെ കണ്ണീര് കളയേണ്ടിയിരുന്നില്ലടാ. ഞാനല്ല, അവരെല്ലാരും. എന്നാലും നിനക്കൊരു തീരുമാനം ഇല്ലടാ. സ്ത്രീധനക്കാശ് എന്ന് പറഞ്ഞ് കുറെ കിളവന്മാരും. നീ പൊക്കോ. അളിയൻ ബേജാറാകണ്ട. പുതിയ പുയ്യാപ്പിള്ളെ നമ്മൾ നാളെ തന്നെ ഒപ്പിക്കൂല്ലേ? വന്നേ. ഉപ്പ നമ്മളെ വിട്ട് പോയി. ഉമ്മ പോയി എവിടേക്ക്? നമ്മുടെ പെങ്ങള് കരീശു നമ്മളെ പറ്റിച്ചല്ല. എന്റെ കൂടപ്പറപ്പെ ഇനി മാമൂനാരും വെച്ച് വിളമ്പിത്തരും. എന്റെ പടത്തോനെ കല്യാണ വീട് നീ മറിഞ്ഞ വീടാക്കിയതാ. മാമോ ഇങ്ങനെ കരയില്ലേ? പൊടിക്കടങ്ങടാ. ഒരു കട്ടൻ ചായ ഇങ്ങോട്ട് എടുക്കുമോളെ. മാമൂന്റെ വയറ് കാളിയിട്ട് വയ്യ. ഇതൊരു മരിച്ച വീടല്ലേ മാമക്ക? ഇല്ലെങ്കി വേണ്ട, നമ്മൾ ബേജാറ് കൊണ്ട് ചോദിച്ചതാ.
ഇന്നാലില്ലായി വൈന്നായിലേക്ക് രാജ്യവും കുറുക്കഞ്ചേരി തറവാട്ടിലെ ഖാദർ മല്ലാക്കിയുടെ ഭാര്യ ഖദീശുമ്മു എന്ന ഖദീശക്കുട്ടി മരണപ്പെട്ട വിവരം വ്യസനസമേതം ഏവരെയും അറിയിച്ചു കൊള്ളുന്നു. പരേതയുടെ ഖബറടക്കം ഇന്ന് 5 മണിക്ക് മുമ്പായി നായരങ്ങാടി ജുമാഅത്ത് പള്ളിയിൽ നടത്തപ്പെടുന്നതാണ്. നിക്കാഹ് മുടങ്ങി, വീട്ടമ്മ മരിച്ചു. ഒന്ന് ഉറക്കനെ വായിക്കണ മണിക്കാരെ നമ്മളൊന്ന് കേക്കട്ടെ. കോഴിക്കോട് കൂർക്കഞ്ചേരി ഖാദർ മുല്ലാക്കയുടെ ഭാര്യ കല്യാണപ്പന്തലിൽ ഹൃദയസ്തംഭനം മൂലം മരിച്ചു. തങ്ങളുടെ മോൾ സൗദയും വലിയങ്ങാടി മഞ്ചാടിക്കുന്ന് ബാപ്പുട്ടി മകൻ ഷാഹിദും തമ്മിലുള്ള വിവാഹം നടക്കാനിരിക്കെ സ്ത്രീധനക്കാശ് ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്നാണ് മരണമടഞ്ഞത്. വല്ലാത്തൊരു കഷ്ടം ആ മൊല്ലാക്കാടെ 3 മക്കളുടെ കാര്യം. ഞങ്ങളിപ്പോൾ വന്നതിൻ്റെ ഉദ്ദേശം ഈ കല്യാണം എങ്ങനെ നടത്താൻ വെച്ചിട്ടാ. ഏതായാലും എല്ലാവരും ഭയങ്കര വിഷമത്തിലാണല്ലോ. പിന്നെ ഇത്രയായിട്ട് വേണ്ടെന്ന് വെച്ചാ കാര്യങ്ങളൊക്കെ ഒരു തീരുമാനത്തിലെത്തിയില്ലേ? എന്നാ പിന്നെ അതങ്ങ് നടത്തല്ലേ? അതെ, 6 മാസം അവധി തരാം. അതിനുള്ളിൽ ബാക്കി കാശ് തന്നാ മതി. സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ച ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം എന്ന് പറഞ്ഞ പോലെ അല്ലേ? ഇപ്പൊ നല്ലപ്പം കാലത്ത് നല്ലതൊക്കെ ചെയ്യണമെന്ന് തോന്നുന്നുണ്ടല്ലേ? ഇപ്പൊ തോന്നിയിട്ടൊന്നും കാര്യമില്ല. വിചാരിച്ച കാര്യം ശരിയാവാത്തോണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. സാരില്ല, ഒക്കെ ഹാജഹോജാവായ റബ്ബിന്റെ വിധിയാ. എന്നാ അതങ്ങ് ഉറപ്പിക്കല്ലേ മുല്ലാക്ക? പിന്നല്ലാണ്ട്. ഉറപ്പിക്കാനൊക്കെ വരട്ടെ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തീറ്റ പരിപാടിയൊക്കെ വേണ്ടി വരുമോ? അനക്ക് തീറ്റ പരിപാടി മാത്രമേ ഉള്ളൂ. നമ്മുടെ ബേജാറ് കൊണ്ട് ചോദിച്ചാണ്. അപ്പൊ നമ്മൾ നിക്കാഹിനെപ്പാണ് വരേണ്ടത്. മതി മതി, നിർത്ത സംസാരം. എന്റെ ഉമ്മാനെ കൊന്ന അവനെനിക്ക് വേണ്ട. ഞാൻ സമ്മതിക്കില്ല. ഞാൻ അവന്റെ ഭാര്യയായി നിങ്ങളുടെ കൂടെ വന്ന എന്റെ ഉമ്മാനെ തിരിച്ചു തരോ? തരാൻ പറ്റും നിങ്ങൾക്ക്? അത് എന്താ? നീയോ? യാത്രയൊക്കെ സുഖമായിരുന്നില്ലടാ. എന്താണ് വിശേഷങ്ങളൊക്കെ? ലീവൊക്കെ ഇല്ലടാ എനിക്ക്. നീയേ ആ മൊല്ലാക്കാട് വീട്ടിലൊന്ന് പോയി നോക്ക്, എന്നിട്ട് പോയോ ട്ടാ. ശരി, ഞാൻ പോയിട്ട് വരാം. അസ്സലാമലൈക്കും. വാലേക്കും സലാം. ആരാ? നസീറ? എപ്പോഴാ മോനെ വന്നത്? ഞാൻ വരുന്ന വഴിയാ. കയറിയിരിക്കി. ഇല്ല, ഇരിക്കണില്ല. വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. എല്ലാം പഠിച്ചോന്റെ വിധിയാ. അല്ല, മോൻ സഫാനോ? ശരിയെന്നാ, ഞാൻ പോയിട്ട് പിന്നെ വരാം. ശരി.
ഓൻ ഇവിടുത്തെ ഭർത്താനൊക്ക അപ്പ ഗൾഫിൽ അറിയുന്നുണ്ട്. അതിനുള്ള സംവിധാനമൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ. അതെ അതെ അതെ. ഓന്റെ ബാപ്പാന്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങൾ സംസാരിക്കണം. ഓന്റെ ബാപ്പ മരിച്ചോണ്ട് ഇനിയിപ്പോ ഞങ്ങളല്ലാതെ ഇത് ആര് നടത്താനാ? കുറച്ച് പയർ പുഞ്ഞത് കഴിച്ചേ അതാ. മൊല്ലാക്ക എന്താ ഒന്നും മിണ്ടാണ്ടിരിക്കണ്? നിങ്ങക്ക് വേറെ ഒരു മോളില്ലേ? ഇതെങ്ങനെങ്കിലും ഒന്നാ നടത്തി കൊടുക്ക. പിന്നെ കല്യാണത്തിലുള്ള മുഴുവൻ ചെലവും ഓൻ തരും. നിങ്ങൾ ഇതങ്ങ് നടത്തി കൊടുത്താ മതി. അല്ലാ, കല്യാണത്തിന് മുഴുവൻ ചെലവ് ഓൻ എടുക്കുന്നാ? അതിശയമാണല്ലാ. എന്നാ പിന്നെ എന്താണ് നോക്കി നിൽക്കുന്നത്? അങ്ങാട്ട് കെട്ടിച്ചെടുക്കണ്ട് പറയാളിയാ. വന്നല്ല നമ്മുടെ മണവാട്ടി. ഓനിപ്പോ ഇവിടെ ഉണ്ട്. ഓനിപ്പോ ഇവിടെ ഉണ്ടാ? മുല്ലാക്കാന്റെ മോളെ ഓന്റെ ഭാര്യയല്ലായിട്ട് 4-ാം മാസത്തിൽ എഴുതി വെച്ചതാ. പിന്നെ ആര് വന്ന് കല്യാണം നോക്കിയാലാ നടക്കുക? നസീറേ, ഇവിടെ വാ. ഓന്റെ കിനാവാണിത്. ഇങ്ങനൊക്കെ ഇക്കാലത്ത് ചെറുക്കന്മാര് തയ്യാറാവുമ്പോ നമ്മൾ ഇതങ്ങോട്ട് നടത്തി കൊടുത്തില്ലെങ്കിൽ പടച്ചോൻ നമ്മള് വെറുതെ വിടുവോ? അളിയന്റെ മോളെ ഇച്ച് കെട്ടിയ ഞാൻ പിന്നെ ഈ നാട്ടിൽ ആരാ? ദുബായ്ക്കാരുടെ മാമ. ഇത് മുഴുവൻ കാശാ നസീറ. മോനെ അളിയ ഇച്ചൊരു പൊടി കടങ്ങ്. നമ്മുടെ സൗദിയുടെ കാര്യം ഓർത്തിട്ടെ ബയറിന് ഭയങ്കര ബേജാറ്. കല്യാണത്തിന് മത്തായി ബാബയുടെ ചെമ്പിലി ബിരിയാണി വെച്ചാൽ ഉണ്ടല്ല എന്ത് രസമായിരിക്കും. എന്തേ